ക്രിപ്റ്റോ കറൻസിയുടെയും ബിറ്റ്കോയിൻ്റെയും അടുത്ത മേജർ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, ഇനി എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് നേരെ ബിറ്റ്കോയിൻ്റെ ഡെയിലി ചാർട്ടിലോട്ട് വരാം. ഡെയിലി ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും 74 തുടങ്ങിയ ബിറ്റ്കോയിൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ട്രംപ് അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഈ ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ലെവലിൽ നമ്മളുടെ BTC ബ്രേക്ക് ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു ഷാർപ്പായിട്ടുള്ള ഒരു ഡിക്ലൈൻ, ഒരു ബിയറിഷ് എൻഗൾഫിങ്ങിലോട് കൂടി ഡെയിലി ചാർട്ടിൽ ഒരു സെൽ ഓഫ് വരുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇങ്ങനൊരു സെൽ ഓഫ് പെട്ടെന്ന് ഫ്രൈഡേ വരാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന് ട്രംപിൻ്റെ ഡിന്നറിന് ശേഷം മാർക്കറ്റിൽ മേജറായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നില്ല. രണ്ട്, താരിഫുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് ട്രംപ് അനൗൺസ് ചെയ്ത ഒരു ബാഡ് ന്യൂസ് നമ്മുടെ മാർക്കറ്റിനെ പുറകോട്ട് വലിച്ചു. അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഡിക്ലൈൻ തന്നത്. സോ ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസിനെ എന്തായാലും ബ്രേക്ക് ചെയ്തു. റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു ഫ്ലിപ്പ് എടുക്കാനായിട്ട് താഴോട്ട് മാർക്കറ്റിൽ വരുന്ന ഒരു സിനാരിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്ലിപ്പ് എടുക്കുന്നതായിട്ട് ഒരു സിനാരി അല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി മാർക്കറ്റിൽ ഒരു പഴയ റെസിസ്റ്റൻസിൻ്റെ സപ്പോർട്ടായിട്ട് എടുക്കുന്ന സിനാരോ ഫ്ലിപ്പ് എടുക്കാനായിട്ട് വരുന്നത് ഇങ്ങനെ കുറച്ചൊന്ന് മുകളിലോട്ട് പോയിട്ട് പതുക്കെ ആയിരിക്കണം. ഈ പെട്ടെന്നുണ്ടാകുന്ന മേജറായിട്ടുള്ള ഈ ഒരു ഡിക്ലൈൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റലായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ട്രിഗറിങ് വന്നാലാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. സോ ഒരു ദിവസത്തെ ഒരു കൺഫർമേഷൻ മാത്രമേ നമുക്ക് ഇവിടെ ഒരു ബിയറിഷ് സൈൻ കാണിച്ചു തരുന്നുള്ളൂ. പിന്നീടുള്ള 2 ദിവസവും മാർക്കറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. സോ ആ 2 ദിവസം എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ആയിരുന്നു. സോ ദർ ഈസ് നോ വോളിയം. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് മൺഡേ, നാളെ ഇനി മാർക്കറ്റ് എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ ചാർട്ട്, ഡെയിലി ചാർട്ട് എന്താണ് പറഞ്ഞു തരുന്നത്, അതനുസരിച്ച് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ഡെയിലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിൻ്റെ നിയർ ആയിട്ടുള്ള സ്ഥലത്താണ്. സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലിപ്പ് നടത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ. അതുപോലെ സെയിം ഏരിയയിൽ തന്നെ നമ്മളുടെ ഈ ഒരു ട്രെൻഡിൻ്റെ 74 തുടങ്ങിയ ഒരു ട്രെൻഡിൻ്റെ ട്രെൻഡ് ലൈനും ഇവിടെ വരുന്നുണ്ട്. സോ ഇവിടുന്ന് നിങ്ങൾക്കൊരു ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 106K, ഓക്കെ, 106, 105, 500 ആ ഒരു ലെവലാണ്. സോ ഈ ഒരു ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. നിങ്ങൾ കീപ്പ് വാച്ച് ചെയ്യേണ്ട ലെവലാണ്. നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു സിനാരിയോയിൽ ഡെയിലി ചാർട്ടിൽ ഒരു ഫ്ലിപ്പ് നടത്താൻ, ഒരു പ്രൈസ് റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ലോങ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഡെയിലിയിൽ നിങ്ങളത് കൺഫേം ആക്കണം. ഒരു സ്വിങ് ട്രേഡ് എന്നുള്ള ലക്ഷ്യത്തിൽ വേണ്ടി മാത്രം. ഓക്കെ, സോ അങ്ങനെ നിങ്ങളിവിടെ വാച്ച് ചെയ്യുക. ഫസ്റ്റ് വാച്ച് ചെയ്യേണ്ട ലെവൽ 106K ആണ്. സോ ഈ ഒരു 106, 105, 500 എന്ന് പറയുന്ന ഈ ലെവലിന് താഴെ, അതായത് ഈ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യാതെ മാർക്കറ്റ് ഇതിന് താഴെ ഒരു ബിയറിഷ് ക്ലോസ് ആണ് നാളെ മൺഡേ നമുക്ക് തരുന്നതെങ്കിൽ മാർക്കറ്റ് ഫർദർ ഈ ഒരു ഇവിടുന്ന് 74 കിട്ടിയ ഈ ഒരു മേജറായിട്ടുള്ള ഈ ഒരു അപ് ട്രെൻഡിൽ നമുക്കൊരു ഡീപ്പ് പുൾ ബാക്ക് കിട്ടാനുള്ള സിനാരോ വൺസ് മാർക്കറ്റ് ഇവിടെ ഒരു 106K ലെവലിന് താഴെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വഴി തെളിയിച്ച് തരും. അങ്ങനെ ഒരു സിനാരോ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത് 102K, 94K ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് പ്രൈസ് റിജക്ഷൻ ഡെയിലിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് 102 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ ഡെയിലി ആ ഒരു ബുള്ളിഷ് പ്രൈസ് റിജക്ഷൻ്റെ ക്ലോസിന് ശേഷം, അതായത് ഡെയിലി ക്ലോസിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. സ്വിങ് ട്രേഡ് ആണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് 102 അങ്ങനെ ഒരു പ്രൈസ് റിജക്ഷൻ കണ്ടില്ലെങ്കിൽ 94 വാച്ച് ചെയ്യാം. സോ ഡീപ്പർ പുൾ ബാക്ക് വരുവാണെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത സ്വിങ് ലോ ലെവലുകൾ എന്ന് പറയുന്നത് 102, 94 ലെവലാണ്. സോ നിങ്ങൾ ഇപ്പോൾ വാച്ച് ചെയ്യേണ്ടത് മൺഡേ 106K ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്. സോ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതാണ് ഡെയിലിയിലുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഏറ്റവും ലോവർ ടൈം ഫ്രെയിം എന്താണ് നമ്മളോട് പറഞ്ഞു തരുന്ന കഥയെന്ന് നമുക്കൊന്ന് വായിച്ചെടുക്കാം. ഓക്കെ, ലോവർ ടൈം ഫ്രെയിം അതാണ് BTCയുടെ 1 hour ചാർട്ടാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു 1 hour ചാർട്ടിൽ നമുക്കിവിടെ എന്ത് വരയ്ക്കാനായിട്ട് സാധിക്കും? ഇവിടെ ഒരു ട്രെൻഡിങ് മാർക്കറ്റാണ് അല്ലേ, ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു അപ് ട്രെൻഡിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത് അല്ലേ. സോ ഈ ഒരു അപ് ട്രെൻഡിൽ ഇവിടെ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയെന്നുള്ളത്. അതായത് ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു മേജർ ആയിട്ടുള്ള അപ് ട്രെൻഡിൻ്റെ അകത്തുള്ള മൈനർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷനാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് കിട്ടി അല്ലേ.
സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് കിട്ടി. സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു അപ് ട്രെൻഡിന് ശേഷം പിന്നീട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു റേഞ്ച് കിട്ടി. ആണേ, ഒരു റേഞ്ച് കിട്ടിയതിന് ശേഷം ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് നമുക്ക് കിട്ടി. ഇവിടെയും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് കിട്ടി. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡ് കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ സെയിം പാറ്റേൺ ഇവിടെ നമുക്കൊരു ഈ സ്വിംഗ് ലോയെ കട്ട് ചെയ്യാതെ തന്നെ നമുക്കൊരു റേഞ്ച് കിട്ടി, ഒരു സൈഡ് വേ കിട്ടി. അപ്പോൾ ഈ രണ്ട് സൈഡ് വേ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നമുക്ക് ബിയറിഷ് ക്യാരക്ടർ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. അതായത് ഒരു ലോവർ ലോയോ ഒരു ലോവർ ഹൈയോ, അതായത് റേഞ്ച് ആണെങ്കിൽ റേഞ്ചിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലോവർ ഹൈ ക്യാരക്ടറോ ലോവർ ലോ ക്യാരക്ടറോ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. സ്റ്റിൽ സ്റ്റേബിൾ ആയിട്ടുള്ള റേഞ്ചാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അത് തന്നെ. ഓക്കെ, സോ അടുത്ത മേളിൽ എന്താ സംഭവിച്ചത്? മേളിലും അതുപോലെ തന്നെ ഒരു ഒരു മൈനർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് തന്നു. ആ അപ് ട്രെൻഡിന് ശേഷം സ്വിംഗ് ലോയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു റേഞ്ച് തരുന്നുണ്ട്. കണ്ടോ? സോ ഇവിടെ നമുക്ക് ബിയറിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവമോ ക്യാരക്ടറോ ഒന്നും നമുക്ക് ഈ ഒരു മേജർ അപ് ട്രെൻഡിനകത്തുള്ള ഈ മൈനർ പ്രൈസ് ആക്ഷൻ, ഈ നോയ്സ് ഉള്ളിടത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ഇവിടെ മേജർ ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിന് ശേഷം ഒരു മേലോട്ടൊരു പുഷ് വന്നു. ആ ഒരു പുഷിന് ശേഷം ഇവിടെ നമുക്ക് പുതിയൊരു ക്യാരക്ടർ കാണാനായിട്ട് പറ്റും. അതായത് ഒന്ന്, ഈ ഒരു സ്വിംഗ് ലോയെ ബ്രേക്ക് ചെയ്തു, ബിയറിഷ് ക്യാരക്ടർ, വീക്ക്നെസ്സിൻ്റെ ആദ്യത്തെ സൈൻ. രണ്ട് നമുക്കിവിടെ ഒരു ലോവർ ലോയാണ് കിട്ടുന്നത്. കണ്ടോ? ഒരു ലോവർ ലോയാണ്, ഒരു റേഞ്ച് അല്ല, ലോവർ ലോയാണ് സ്വിംഗ് ലോയെ ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ കിട്ടിയിട്ടുള്ള ഇപ്പം ഇവിടെ ഓരോ സ്ഥലത്തും നമുക്ക് കിട്ടിയിട്ടുള്ള ഇവിടെ ആണെങ്കിലും ഉള്ള ആ ഒരു മൊമെൻറ്റം ഇവിടുത്തെ ഈ ഒരു മേജർ ആയിട്ടുള്ള ട്രെൻഡിന് ശേഷം ഈ ഒരു മൈനർ ആയിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ട്രെൻഡിന് ശേഷം ഇവിടെ ഇതുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ ഇത് ഡീപ്പർ പുൾ ബാക്കിൻ്റെ ആദ്യത്തെ സൈനാണ്, ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സൈനാണ്. സോ ആ ഒരു സൈൻ കൺഫേം ആക്കാനായിട്ട് നമ്മൾ ഡെയിലിയിൽ 106K എന്ന് പറയുന്ന ആ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് 102.94 ലെവലിൽ കീപ്പ് വാച്ച് ചെയ്യണം എന്ന് ഞാൻ പറയാനുള്ള റീസൺ. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം ബ്രേക്ക് ഡൗൺ, ഒരു നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആക്കം കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ എന്ന് കരുതി ഞാൻ ബിയറിഷ് അല്ല, ഞാൻ ഇപ്പോഴും മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിം ബുള്ളിഷ് തന്നെയാണ്. പക്ഷേ 106K ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ കോൺഷ്യസ് ആയിട്ടിരിക്കും, പിന്നീട് ഒരു ഡീപ്പർ പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പ് ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ട്, ഞാനതിവിടെ ഷെയർ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്താണ് താഴോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. സോ നിങ്ങൾക്കൊരു സ്കാൽപ്പ് ഓപ്പർച്യൂണിറ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഉണ്ടാവുന്ന ചെറിയ റീട്രേസ്മെൻറ്റിൽ നിങ്ങൾക്ക് സ്കാൽപ്പ് ഓപ്പർച്യൂണിറ്റി നോക്കാം, ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ മേജറായിട്ടുള്ള സ്വിംഗ് എൻട്രികളെ പറ്റിയാണ് ഞാൻ നിങ്ങളിത് പറയുന്നത്. സ്കാൽപ്പ് ഈ ഒരു ഏരിയയിൽ, പല ഏരിയയിലും എനിക്കിപ്പോൾ ഇവിടെ ഷോർട്ട് അടിക്കായിരുന്നു, അതുപോലെ തന്നെ ലോങ് അടിക്കാനായിട്ട് പിന്നെ ഇവിടെ ഒരു സിനാരോ, ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടെ ഒരു ചേഞ്ച് വരണം. ഇപ്പോൾ സ്റ്റിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സൽ, ഒരു ബിയറിഷ് ഒരു ആക്കമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ സ്ട്രക്ചർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കൊരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. സോ സ്കാൽപ്പിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഞാൻ അതിവിടെ ഷെയർ ചെയ്യുന്നില്ല, കാര്യം നമ്മളുടെ വീഡിയോ ഒരുപാട് ബിഗിനേഴ്സ് കാണുന്നുണ്ട്. സോ ഞാൻ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ കയറുക ഇറങ്ങുക പെട്ടെന്നാണ്. സോ അത് ബിഗിനേഴ്സിന് കാശ് ലൂസാവും, ഞാൻ പറഞ്ഞിട്ട് കാശ് ലൂസാവേണ്ട ഗതികേട് വരും. അതുകൊണ്ട് സ്വിംഗ് ഓപ്പർച്യൂണിറ്റികൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. കാര്യം മെയിൻ ട്രെൻഡിന് അലൈൻ ആയിട്ടുള്ള സ്വിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ബിഗിനേഴ്സിന് ഏറ്റവും സേഫ്. അതുകൊണ്ട് ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. സോ എൻ്റെ ഈ ഒരു അനാലിസിസ് രീതി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങളുടെ ട്രേഡിംഗ് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ മാർക്കറ്റിനെ പ്രൈസ് ആക്ഷൻ വെച്ച് അനാലിസിസ് ചെയ്യുന്നതിലും നിങ്ങൾക്ക് ഇത്രയും കൂടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ സ്വിംഗിൽ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുന്ന ഏരിയകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് 4 ഹവറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 4 ഹവറിലും ഒരു കൺഫർമേഷൻ നോക്കാം. ഡെയിലിയിൽ ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനപ്പുറം നിങ്ങൾക്ക് 4 ഹവറിലും വേണമെങ്കിൽ ഒരു ഫസ്റ്റ് കൺഫർമേഷൻ നോക്കാം. അതായത് ഈ ഒരു 4 ഹവറിൽ ഈ ഒരു 106K എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ 106, 105 എന്ന് പറയുന്ന ഈ ഒരു ലെവലിന് താഴെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ
2.94 എന്ന് പറയുന്ന ലെവലിൽ, അതായത് 102 എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിട്ട് വരും. ഈ ഒരു ലെവലാണ് 102 എന്ന് പറയുന്നത്. 94 ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. സോ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് 4 ഹവറിൽ ഒരു ബുള്ളിഷ് പ്രൈസ് റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ആ ക്യാൻഡലിൻ്റെ ക്ലോസിന് ശേഷം നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ ഇവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് സേഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ 2 ഏരിയയിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആഫ്റ്റർ ഈ ഒരു ഹൈ ഉണ്ടല്ലേ, ലാസ്റ്റ് ഈ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം, ഡെയിലിയിലാണ് സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്കിന് ശേഷം പിന്നീട് ഉണ്ടാവുന്ന ചെറിയ പുൾ ബാക്കിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ക്യാപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നിങ്ങൾ നല്ലൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. സോ ബിങ്കെക്സിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ആണ്. സോ എല്ലാ മാസവും $12,000 വരെയുള്ള വൗച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൗച്ചേഴ്സ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. താഴെ ലിങ്ക് ഉണ്ട്. മൈ വൗച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ മാർക്കറ്റിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ സ്വിങ് എൻട്രീസ് വരുന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 106 പ്രൈസ് റിജക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിലോ ഡെയിലിയിലോ 4 ഹവറിലോ ഞാൻ അവിടെ എൻട്രി ചെയ്യും. ആഫ്റ്റർ പ്രൈസ് റിജക്ഷന് ശേഷം വിത്ത് വോളിയം കൺഫർമേഷനോട് കൂടി 106 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 102, 94 എന്ന് പറയുന്ന റേഞ്ച്. നമ്മളുടെ ഉദ്ദേശം ഹൈ ടൈം ഫ്രെയിമിലെ പുൾ ബാക്ക് ഏരിയ മനസ്സിലാക്കുക. പുൾ ബാക്ക് ഏരിയ മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത വലിയ വേവിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള സെറ്റപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ഇനി വാച്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉദ്ദേശമാണ്. നിങ്ങൾ വാച്ച് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അഗ്രസീവായിട്ടോ ഒന്നും തന്നെ പോയി എൻട്രി ചെയ്യാതിരിക്കുക. മിനിമം കൺഫർമേഷനോട് കൂടി മാത്രം ട്രേഡുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ, ഇങ്ങനെയുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.